ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഏതാണ്ട് 27 മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗുജറാത്തിൽ കലാപം അഴിച്ചുവിടുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുവായ ഇടമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുവായ ഇടത്തിൽ ഒരു CSR ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഇപ്പൊ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമുള്ള ആളോ അതല്ല എങ്കിൽ രാജ്യത്തിന്റെ ഭരണ സാരഥ്യത്തിൽ ഇരുന്നിട്ടുള്ള ആളോ ഒന്നുമല്ല. RSSന്റെ സ്ഥാപക നേതാവ്. എന്താണ് RSS? ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ, വിഭജനത്തിന്റെ, വിഭാഗീയതയുടെ വിത്തുപാകിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് പിന്നീട് ഗുജറാത്തിൽ കലാപം അഴിച്ചുവിടുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് നേരത്തെ സേതു സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളാണെന്ന്. അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഏതാണ്ട് 27 മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനം പാകിയ വ്യക്തിയുടെ പേര് കൊടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഫെഡറലിസത്തോട്, ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തോട്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. മാത്രമല്ല, അവർക്ക് തന്നെ ബോധ്യമുള്ളൊരു പേര് കൊണ്ടുവന്നൊരു സ്ഥാപനത്തിൽ ഇടാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല. അപ്പോൾ അതിന്റെ പേരിൽ ഇന്നലെ ഇപ്പോൾ BJPയുടെ ഒരു നേതാവ് പറയുന്ന കേട്ടു, എന്നെ കാലുകുത്തിക്കില്ലെന്നോ പിന്നെ കാലുകുത്തി നടക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. ഇന്നിപ്പോ ഈ നിമിഷവും ഞാൻ കാലുകുത്തി തന്നെയാണ് നടക്കുന്നത്. ആ കാലുകുത്തി നടക്കുന്നിടത്തോളം കാലം കാലുകുത്തി നടന്നു തന്നെ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ആ കാലം എടുത്തു കഴിഞ്ഞാൽ ഉടൽ കുത്തിയിട്ട് നമ്മൾ RSSനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും.